الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسه أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, പരമകാരുണ്യനും കരുണാനിധിയുമായ പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിതത്തിലുടനീളം മലക്കുൽ മൗത്ത് നമ്മുടെ കണ്ടുമുട്ടുന്ന സമയം വരെ പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തൻ്റെ സ്വന്തം ജീവിതത്തിലൂടെ ഇസ്ലാമിനെ വരച്ച് കാണിക്കുകയും ഒരു മാതൃക സമൂഹത്തെ പടുത്തുയർത്താൻ സാധിക്കുകയും ചെയ്ത ചരിത്രത്തിലെ മഹാവ്യക്തിത്വമാണ് തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ചരിത്രത്തെ നേർവായന നടത്തിയിട്ടുള്ള ആളുകളെല്ലാവരും സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഏതൊരു ആദർശത്തിൻ്റെയും ആശയത്തിൻ്റെയും പ്രബോധനത്തിലും വളർച്ചയിലും അത് പ്രബോധനം ചെയ്യുന്ന ആളുകളുടെ വ്യക്തിത്വത്തിന് വലിയ സ്ഥാനമുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനനുസരിച്ചുകൊണ്ടാണ് ആളുകൾ അതിനെ വിലയിരുത്തുകയും അംഗീകരിക്കുകയും അതിൻ്റെ അനുയായികളായി തീരുകയുമെല്ലാം ചെയ്യുന്നത്. ആ അർത്ഥത്തിലും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തുടനീളമുള്ള ആളുകൾക്ക് ലോകാവസാനം വരെ മാതൃകയായി തീരുന്ന വ്യക്തിത്വമായിട്ടാണ് നമുക്ക് അടയാളപ്പെടുത്തിയത് കാണാൻ സാധിക്കുന്നത്. മൈക്കിൾ ഹാർട്ട് എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു തത്വചിന്തകനായിട്ടുള്ള ആൾ ഒരുപാട് ആളുകളെ പഠനവിധേയരാക്കിയതിന് ശേഷം ദി 100 എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം രചിക്കുകയുണ്ടായി. ആ ഗ്രന്ഥത്തിൽ ഒന്നാം സ്ഥാനത്ത് വെച്ചിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. അദ്ദേഹം ഒരു മുസ്ലിം അല്ല. എന്നിരുന്നിട്ട് കൂടി അദ്ദേഹം ഒരുപാട് ആളുകളെ പഠനം നടത്തി അതിൽ ഒന്നാം സ്ഥാനത്ത് വെച്ചത് മുഹമ്മദ് നബിയെയാണ്. ആളുകൾ അദ്ദേഹത്തോട് സംശയം ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം പറയുന്ന മറുപടി വിശാലമായിട്ടുണ്ട്. അതുപോലെ തന്നെ
ചരിത്രത്തിൽ തന്നെ അമേരിക്കയിലെ തത്വചിന്തകനായിരുന്ന മെസർമാൻ എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ വില്യം മൂർ എന്ന് പറയുന്ന എഴുത്തുകാരനും സാഹിത്യകാരനും എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിലുമെല്ലാം പരിശോധിച്ചാലും ഇത്തരത്തിൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ അങ്ങേയറ്റം പുകഴ്ത്തിയതും അംഗീകരിച്ചതുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്ന വ്യക്തികളെ പരിശോധിച്ചാൽ തന്നെ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി, മഹാത്മാഗാന്ധി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് മുഹമ്മദ് നബിയുടെ വാക്കുകൾ ജ്ഞാനത്തിൻ്റെ നിധികളാണ്, അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മാനവരാശിക്ക് മുഴുവനും വെളിച്ചമാണ് എന്നാണ്. അഥവാ ആ പ്രവാചകന്റെ ആശയാദർശങ്ങളെ അദ്ദേഹം അംഗീകരിക്കുകയാണ്. സ്വാമി വിവേകാനന്ദൻ, അദ്ദേഹം ഒരു സന്യാസിയാണ്, ഒരു ആത്മീയ നേതാവാണ്, ഒരു തത്വചിന്തകനാണ്. ആ സ്വാമി വിവേകാനന്ദൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് ലോകം ദർശിച്ച ഏറ്റവും വലിയ ഭരണാധികാരി അത് അറേബ്യയുടെ നായകൻ മുഹമ്മദാണ് എന്നാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു, അദ്ദേഹം തത്വചിന്തകനും സന്യാസിയും സാമൂഹ്യ പരിഷ്കർത്താവുമെല്ലാമാണ്. എല്ലാ ആളുകളും വളരെ ബഹുമാനത്തോടെയും ആദരവോടെയും കാണുന്ന വ്യക്തിത്വമാണ്. ആ ശ്രീനാരായണ ഗുരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ കവിതയിലൂടെ പരിചയപ്പെടുത്തുന്നത് മുഹമ്മദ് നബി പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ കാരുണ്യവാൻ നബി മണിമുത്ത് രത്നമോ എന്നാണ്. പ്രവാചകനെ പുകഴ്ത്താൻ പറ്റുന്ന അങ്ങേയറ്റത്തെ പുകഴ്ത്തലുകൾ, അദ്ദേഹത്തിൻ്റെ ആത്മീയതയെ എത്രമാത്രം ഉന്നതങ്ങളിൽ പ്രതിഷ്ഠിക്കാൻ പറ്റുമോ അത്രമാത്രം ഉന്നതങ്ങളിലാണ് ശ്രീനാരായണ ഗുരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. സാഹിത്യകാരനും കവിയുമായിരുന്ന സുകുമാർ കക്കാട് പ്രവാചക തിരുമേനിയെക്കുറിച്ച് പറഞ്ഞത് സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽപ്പാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്യങ്ങളെ ഏകമാംസത്തിൽ ബന്ധിച്ച ധാർമ്മിക എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്കുള്ള ഒരു നൂൽപ്പാലം പണിതിട്ടുള്ള മഹാവ്യക്തിത്വമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നാണ് സുകുമാർ കക്കാട് വിശദീകരിക്കുന്നത്. കാർട്ടൂണിസ്റ്റും നോവലിസ്റ്റും സാഹിത്യകാരനും എഴുത്തുകാരനുമെല്ലാമായിരുന്ന OV വിജയൻ പ്രവാചക തിരുമേനിയെക്കുറിച്ച് പറയുന്നത് അനാഥ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ താലോലിക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകനേക്കാൾ മികച്ചൊരു അധ്യാപകനെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ്. അഥവാ ചരിത്രത്തെ നേർവായന നടത്തിയിട്ടുള്ള ആളുകളൊക്കെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യക്തി എന്ന ആ വ്യക്തിത്വത്തെ മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. ഏതെങ്കിലും കോണുകളിൽ നിന്ന് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ പരിശോധിക്കുമ്പോൾ പ്രവാചകനെ തെറി വിളിക്കുന്ന ആളുകൾ കാണാം. അതുവരെ കുറിച്ച് പഠിച്ചത് കൊണ്ടല്ല, അറിഞ്ഞത് കൊണ്ടല്ല, ഏതെങ്കിലും കോണുകളിൽ നിന്ന് ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നീ കവി പറഞ്ഞതുപോലെ തങ്ങളുടെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി അത്തരത്തിൽ പറയുക എന്നതല്ലാതെ ജനമംഗീകരിക്കുന്ന, ലോകമംഗീകരിക്കുന്ന ആളുകളൊക്കെയും ഈ പ്രവാചകനെ അംഗീകരിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഈ പ്രവാചകനെ, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ആളുകൾ അംഗീകരിച്ചത് എന്നും നാം മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ അതിനോട് ആഡ് ചെയ്തുകൊണ്ടുള്ള ചരിത്രം നിങ്ങൾ തന്നെ സ്വയം മനസ്സിലേക്ക് ഓർത്തു വെക്കേണ്ടതാണ്. പ്രവാചക തിരുമേനിയെ എന്തുകൊണ്ട് ജനം അംഗീകരിച്ചു, എന്തുകൊണ്ട് ആ വ്യക്തിത്വത്തെ അവർ പുകഴ്ത്തി, എന്തുകൊണ്ട് ആ പ്രവാചകന്റെ അനുയായികളായി എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയ ഒരു സന്യാസിയായിട്ടല്ല പ്രവാചകൻ ജീവിച്ചത് എന്നതാണ്. ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാരണം, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി ഏതെങ്കിലും ഒറ്റപ്പെട്ട മുകളിൽ ചെന്നുകൊണ്ട് ജീവിച്ച ഒരു സന്യാസിയായിട്ടല്ല പ്രവാചകൻ ജീവിച്ചത്, മറിച്ച് സമൂഹത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വ്യക്തിത്വമായിട്ടാണ്.
സമൂഹത്തിൽ അലിഞ്ഞു ചേർന്ന അവരുടെ പ്രശ്നങ്ങളിൽ, അവരുടെ പ്രയാസങ്ങളിൽ, അവരുടെ ജീവിത രീതികളിൽ എല്ലാം അലിഞ്ഞു ചേർന്ന ഒരു വ്യക്തിത്വമാണ് എന്നതാണ് നാം നേരത്തെ പറഞ്ഞ ആ അംഗീകാരത്തിന് മൊത്തത്തിൽ പറയാവുന്ന ഒരു ഉത്തരം. ഒന്നുകൂടി പറഞ്ഞാൽ, പ്രവാചകൻ ഒളിച്ചോടി എവിടെയെങ്കിലും ഏതെങ്കിലും തുരുത്തുകളിൽ ജീവിച്ചവനല്ല, ജനങ്ങൾക്കിടയിൽ അവരിൽ ഒരാളായി ജീവിച്ചവനാണ് എന്നതാണ്. അതാ പ്രവാചകന്റെ ജീവിതത്തെ ആദ്യം തൊട്ട് പഠിക്കുമ്പോൾ ഹലീമയുടെ അടുക്കൽ അനുസരണയുള്ള ഒരു കുട്ടിയായിട്ടാണ് പ്രവാചകൻ വളരുന്നത്. ഞാൻ പറഞ്ഞ ഹലീമ ബീവിയുടെ അടുക്കലുള്ള പ്രവാചകന്റെ ആ ജീവിതം നമ്മൾ മദ്രസകളിൽ നിന്നൊക്കെ കേട്ടതാണ്. അത് മനസ്സിലേക്ക് കടന്നു വരിക. ആ ഹലീമ ബീവിയുടെ അടുക്കൽ ഒരു കുട്ടിയായിട്ട് പ്രവാചകൻ വളരുന്നു. അതുപോലെ തന്നെ അബ്ദുൽ മുത്തലിബിന്റെയും അബൂ ത്വാലിബിന്റെയും അടുക്കൽ ഉത്തമനായ ഒരു ബാലനായിട്ട് അദ്ദേഹം വളരുന്നു. അവിടെയും ഒരുപാട് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് പഠിക്കുവാനുണ്ട്. അതുപ്രകാരം തന്നെ ഖുറൈശികളുടെ കാലികളെ മേക്കുന്ന സത്യസന്ധനായ ഇടയനായിട്ട് പ്രവാചകന്റെ ജീവിതത്തിൽ അധ്യായങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഖദീജ ബീബിയുടെ കച്ചവട സംഘത്തെയും നയിച്ചുകൊണ്ട് വൻ ലാഭവുമായി തിരിച്ചെത്തിയിട്ടുള്ള വിശ്വസ്തനായ ഒരു വ്യാപാരിയായിട്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായ അൽ അമീൻ എന്ന എല്ലാവരും അംഗീകരിക്കുന്ന പേര് സമ്പാദിക്കാൻ കഴിഞ്ഞ ഒരു യുവാവായി അദ്ദേഹത്തെ ചരിത്രത്തിൽ നാം കാണുകയാണ്. ഖദീജ ബീബിയുടെയും മറ്റ് ഭാര്യമാരുടെയും സ്നേഹനിധിയായ ഭർത്താവായിട്ട് അവരുടെ എല്ലാവരുടെയും അംഗീകാരം, പ്രശംസ പിടിച്ചുപറ്റിയ ഒരു ഭർത്താവായിട്ട് പ്രവാചകനെ നാം വായിച്ചെടുക്കുന്നു. ഫാത്തിമയുടെയും അതുപോലെ മറ്റ് 6 മക്കളുടെയും വത്സലനായ പിതാവായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ എന്നവരുടെ പിതാമഹന്മാരായി പ്രവാചകനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അനസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സെയ്ദ് റളിയല്ലാഹു അൻഹു എന്ന തൻ്റെ ഭൃത്യന്മാരെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച യജമാനനായിട്ട്, അടിമ സമ്പ്രദായം നിലനിൽക്കുന്ന ആ കാലഘട്ടത്തിൽ ഒരു യജമാനന് തൻ്റെ അടിമകളെ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ആ ഒരു അവസ്ഥയിൽ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയും അനസ് റളിയല്ലാഹു അൻഹുവിനെയും സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച ഒരു വ്യക്തിത്വമായി കൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. കാലിൽ നീരുകെട്ടുമാർ നട്ടപ്പാതിരാ സമയത്തും അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയിട്ടുള്ള ഒരു ഭക്തനായിട്ട് പ്രവാചകനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മക്കയിലെ കിരാതമായ മർദ്ദനങ്ങൾക്കിടയിലും ധൈര്യസമേതം പ്രബോധനം നിർവഹിച്ച ആദർശധീരനായി പ്രവാചകനെ നാം കാണുകയാണ്. ജിബ്രീലിന്റെ മുമ്പിൽ അച്ചടക്കമുള്ള ഒരു വിദ്യാർത്ഥിയായി ഇരുന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ പ്രവാചകനിൽ നിന്ന് നാം കണ്ടെത്തുകയാണ്. മദീന പള്ളിയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ മുന്നിലിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് അധ്യാപനം നടത്തുന്ന ഏറ്റവും നല്ല ഒരു അധ്യാപകനെ നമുക്ക് പ്രവാചകനിൽ നിന്ന് കണ്ടെത്താവുന്നതാണ്. പരമോന്നതമായി അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ടിരുന്ന ആ അറബികളെ ലോകോത്തര സമൂഹമായി വളർത്തിയെടുക്കാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ച പരിശ്രമങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ജനനേതാവ് എന്ന നിലയിൽ, സൈന്യാധിപൻ എന്ന നിലയിൽ, ഉദാരൻ എന്ന നിലയിൽ, വിധികർത്താവ് എന്ന നിലയിൽ, മഹാമനസ്കൻ എന്ന വിലയിൽ, വിശാല ഹൃദയൻ എന്ന നിലയിൽ, ഇതുപോലെയുള്ള മേഖലയിലെല്ലാം ആ പ്രവാചകനെ നമുക്ക് കാണാവുന്നതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രവാചകൻ ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു തുരുത്തുകളിലല്ല, ജനങ്ങൾക്കിടയിലായിരുന്നു എന്ന് പറഞ്ഞത്. ആ ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഈ വിഷയങ്ങളിലെ ഓരോ ഭാഗങ്ങളുടെയും ചരിത്രങ്ങൾ എടുത്ത് നമ്മൾ പറഞ്ഞാൽ ഒരു 10 മണിക്കൂർ പറഞ്ഞാൽ തീരില്ല. അത്രമാത്രമുള്ള ചരിത്രം നമുക്ക് തന്നെ പരിചയമുള്ളവരുണ്ടാകും. ഓരോരുത്തർക്കും ആ ഓരോ ഹെഡിങ്ങും കേൾക്കുമ്പോൾ തന്നെ ആ വിഷയത്തിലുള്ള ചരിത്രം നമുക്ക് പരിചയമുണ്ടാകും. അതുകൊണ്ടാണ് ആ മേഖലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിക്കുവാനും ലോക ജനതക്കാകമാനം മാതൃകയാകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനും പ്രവാചകന് സാധിച്ചു എന്നതാണ്
ലോകത്തുള്ള ചരിത്രത്തെ നേർവായന നടത്തിയിട്ടുള്ള ആളുകളൊക്കെയും ഈ പ്രവാചകനെ അംഗീകരിക്കാൻ നിർബന്ധിതരായിട്ടുള്ളത്. ഇനി നോക്കൂ, ആ പ്രവാചകന്റെ ജീവിതത്തിലെ ഒന്ന് രണ്ട് സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഉസ്മാൻ ഇബ്നു ത്വൽഹ റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ സൂക്ഷിപ്പുകാരനാണ് അദ്ദേഹം. ആ കഅബാലയത്തിന്റെ സൂക്ഷിപ്പുകാരന്റെ അടുക്കൽ നബി ഒരിക്കൽ ചെന്നുകൊണ്ട് അതിന്റെ താക്കോലൊന്ന് തരാൻ ആവശ്യപ്പെട്ടു. ഒന്ന് തുറന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആരാധന നിർവഹിക്കാനാണ്. പ്രവാചകന്റെ പുതിയ ആശയവുമായി അതിന്റെ ഉള്ളിൽ കടക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല, താക്കോൽ നൽകിയില്ല. നബി പറഞ്ഞു, എപ്പോഴെങ്കിലും ഈ താക്കോൽ എൻ്റെ കയ്യിൽ കിട്ടിയെന്ന് വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ തിരിച്ചു നടന്നു. അതിന് സാധിച്ചില്ല. അവസാനം മക്കം ഫതഹിന്റെ സമയത്ത് ഉസ്മാൻ ഇബ്നു തൽഹയെ കണ്ടുമുട്ടുന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ആ താക്കോൽ വാങ്ങുന്നു. ആ താക്കോൽ വാങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ ഉള്ളിൽ കയറി നിന്നുകൊണ്ട് നമസ്കരിച്ചു, ആരാധന നിർവഹിച്ചു. എല്ലാവരും ആഗ്രഹിക്കുന്നു, ആ നാട്ടിലെ ഏറ്റവും ശ്രേഷ്ഠമായ ജോലിയാണ് ഈ കഅബാലയത്തിന്റെ സൂക്ഷിപ്പുകാരനാവുക എന്നത്. ആ ജോലി കിട്ടണം, ആ പദവി എനിക്ക് കിട്ടണം, ഞാനൊരു അധികാരത്തിന് കൊതിച്ചത് അന്നു മാത്രമാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. പ്രമുഖരായ പല സ്വഹാബികളും അങ്ങനെ പറയുന്നത് കാണാം. അന്നാണ് ഒരു അധികാരത്തിന് ഞങ്ങൾ കൊതിച്ചത്, എന്ത്, കഅബന്റെ താക്കോല് ഞങ്ങളെ കയ്യിലാണ് എന്ന് പറയുന്ന. അത് വാങ്ങിയതോ ഒരു മുശ്രിക്കിന്റെ കയ്യിൽ നിന്നാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പണ്ടത്തെ ആ പക വെച്ചുകൊണ്ട് ആ താക്കോൽ മുസ്ലിങ്ങൾക്കാർക്കെങ്കിലും എടുത്തു കൊടുത്തില്ല. ആ ഉസ്മാൻ ഇബ്നു ത്വൽഹയെ തന്നെ വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ കൊടുത്തു. ആ താക്കോൽ അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ കൊടുത്തു. അദ്ദേഹത്തിന് വിശ്വസിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് അദ്ദേഹം വിശ്വാസം പ്രഖ്യാപിച്ചു. കാരണം പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം കണ്ടിട്ടുള്ള ഒരു പ്രവർത്തനം അങ്ങനെയാണ്. ആരും വിലയിരുത്തുന്നത് തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നാണ്, അനുഭവങ്ങളിൽ നിന്നാണ്. ഈ അനുഭവം ഉണ്ടാകുമ്പോ സമ്മതിക്കുകയല്ലാതെ നിർവാഹമില്ല. ഉസ്മാൻ ഇബ്നു ത്വൽഹ റളിയല്ലാഹു അൻഹു ഉടനെ വിശ്വാസിയാവുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവും ബിലാൽ റളിയല്ലാഹു അൻഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരിക്കൽ ഒരു യാത്രയിലാണ്. ജാബിർ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് നബിക്ക് അറിയാൻ കഴിഞ്ഞു. അന്ന് മേക്കാളി നബിയാണെങ്കിലും പല വിവാഹങ്ങളും നബി പോലും അറിയാറില്ല. ജാബിർ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചിട്ടുണ്ട്, പാവപ്പെട്ടവനാണ്, അല്പം ഈ കാശിന് ആവശ്യം ഉണ്ടാകും, എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നബി ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ജാബിർ, ഈ ഒട്ടകത്തെ നിനക്ക് വേണോ? ഈ ഒട്ടകത്തെ നീ വിൽക്കുന്നുവോ? ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകത്തെ നോക്കിക്കൊണ്ട്, ഈ ഒട്ടകത്തെ നീ വിൽക്കുന്നുവോ? ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് ഒരു വയസ്സായ ഒട്ടകമാണ്, ഇതിന്റെ പുറത്ത് അത്ര സുഖകരമായി യാത്ര ചെയ്യാനൊന്നും കഴിയില്ല, എന്നാലും ആ ഒട്ടകത്തെ നീ വിൽക്കുന്നുവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു വില പറഞ്ഞു. ആ വിലക്ക് നീ എനിക്ക് താ. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് അതിന്റെ കാശ് ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് കൊടുക്കാൻ പറഞ്ഞു. അത് മാത്രമല്ല, കാശ് മാത്രമല്ല, ഒട്ടകത്തിനെയും ഓന് കൊടുക്കണം. നബി നേരിട്ട് കാശ് എടുത്തു കൊടുക്കാൻ എങ്ങനെ പറ്റില്ല, അല്ലെങ്കിൽ ഒരാളെ സഹായിച്ചു എന്ന് വരണ്ട എന്ന് വിചാരിച്ചു കച്ചവടം ചെയ്ത് ആ സമയത്ത് കാശ് ആവശ്യമുള്ള ദരിദ്രനായ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ സഹായിക്കാൻ ഒരു വഴി കണ്ടെത്തുകയായിരുന്നു. നിന്റെ ഒട്ടകത്തിനെ വിൽക്കുന്നോ? അങ്ങനെ വില പറഞ്ഞ് ആ വില കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ സമയത്ത് ആവശ്യമുള്ള കാര്യം നിർവഹിക്കാൻ വേണ്ടി. അഥവാ മനുഷ്യപ്പറ്റുള്ള, മനുഷ്യരെ കുറിച്ചറിയുന്ന, അവരുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകനായിരുന്നു മുഹമ്മദ് നബി എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു അബസ വതവല്ലാൻ ജാഅഹുൽ അഅ്മാ എന്ന് പറയുന്ന സൂറത്തു അബസയുടെ ആദ്യത്തെ 10 വചനങ്ങൾ നബിയെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ട് അവതീർണമായ വചനങ്ങളാണ് ഈ 10 ആയത്തുകൾ. ആരാണ് അതിന് കാരണക്കാരൻ? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു അന്ധനായ. ഒരിക്കൽ അടുത്ത് വന്ന ആ സംഭവം നമുക്കറിയാം. അടുത്ത് വന്ന് അപ്പൊ നബി ഒന്ന് അവഗണിച്ചു. ഈ അവഗണന പടച്ചോൻ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് പടച്ചോൻ നബിയെ ആക്ഷേപിച്ചതാണ്. പക്ഷേ ആ ആയത്തുകൾ അവതരിച്ചതിന് ശേഷം പിന്നീട് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ കാണുന്ന സ്ഥലങ്ങളിൽ വെച്ചെല്ലാം പ്രവാചകൻ വാരി പുണരുമായിരുന്നു, അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുമായിരുന്നു.
പടച്ചോനെ ആക്ഷേപിക്കാൻ കാരണക്കാരനായ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടി അകറ്റുകയല്ല, വിട്ടുനിർത്തുകയല്ല ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുകയും അടുത്തിരുത്തുകയുമായിരുന്നു ചെയ്തിരുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ചരിത്രത്തിൽ ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണുള്ളത്. ഒരിക്കൽ ഒരാൾ പ്രവാചകന് മുന്തിരി ഹദിയ നൽകുകയാണ്. സാധാരണ ഹദിയ നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഹദിയയിൽ നിന്ന് ചുറ്റുപാടുമുള്ള സ്വഹാബത്തിന് പ്രവാചകൻ എന്തെങ്കിലും കൊടുക്കും. പക്ഷെ ഈ കൊടുത്ത മുന്തിരിയിൽ നിന്ന് അല്പം പോലും കൊടുത്തില്ല, ഒക്കെ നബി തന്നെ തിന്നു. അങ്ങനെ അയാൾ വളരെ സന്തോഷിക്കുന്നത് ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ കണ്ടു. ഈ മുന്തിരി കൊടുത്തിട്ടുള്ള ആള് അയാളുടെ സന്തോഷം അടക്കാൻ കഴിയുന്നതായിരുന്നില്ല. അയാൾ പോയതിന് ശേഷം സ്വഹാബത്ത് ചോദിച്ചു, അല്ല പ്രവാചകരെ, സാധാരണ ആരെങ്കിലും വല്ലതും ഹദിയ നൽകിയാൽ അത് ഞങ്ങൾക്ക് കൂടി നിങ്ങൾ പങ്കുവെക്കാറുണ്ടല്ലോ, എന്തേ ഇത് നിങ്ങൾ നൽകാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, ആ മുന്തിരി പുളിക്കുന്ന മുന്തിരിയായിരുന്നു. അതെങ്ങാനും ഞാൻ നിങ്ങൾക്ക് തന്നാൽ നിങ്ങളത് ആ സമയത്ത് വായിലിട്ടൊന്ന് ചവച്ചാൽ നിങ്ങളുടെ മുഖത്ത് ആ പുളിയുടെ ലക്ഷണം അനുഭവപ്പെടും, പ്രകടമാകും. ആ പുളിയുടെ ലക്ഷണം പ്രകടമായാൽ അയാൾ മനസ്സിലാക്കും ഇത് മോശപ്പെട്ടതാണ്, പടച്ചോനെ ഞാൻ പ്രവാചകന് മോശപ്പെട്ടതാണല്ലോ കൊടുത്തത് എന്ന് വിചാരിച്ചു പോകും. ആ കൊണ്ടുവന്നിട്ടുള്ള ഹദിയ നൽകിയിട്ടുള്ള ആ മനസ്സിനെ വേദനിപ്പിക്കരുതല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഓഹരി പങ്കുവെക്കാതിരുന്നത്. എത്ര വലിയ മനുഷ്യനാണ് ആ പ്രവാചകൻ! ആ പ്രവാചകന്റെ ജീവിതത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങളും ആ കഅ്ബ് പിന്നീട് മുസ്ലിമായി കഅ്ബ് റളിയല്ലാഹു അൻഹു ആദ്യം പ്രവാചകനെ ആക്ഷേപിച്ചുകൊണ്ട് കവിത രചിച്ചിട്ടുള്ള വ്യക്തിയാണ്. ആ കഅ്ബ് റളിയല്ലാഹു അൻഹു അന്ന് പ്രവാചകൻ കൊല്ലാൻ വിധിച്ച വ്യക്തികളിൽപ്പെട്ട ആളാണ്. അത്രക്കും അദ്ദേഹത്തിന്റെ ശല്യം രൂക്ഷമായപ്പോ സ്വഹാബികൾ അങ്ങനെ അദ്ദേഹത്തെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലും എന്ന ഒരവസ്ഥ വന്നപ്പോ വേഷപ്രച്ഛന്നനായി പ്രവാചകന്റെ അടുക്കൽ വരുന്നുണ്ട്. ആ വേഷപ്രച്ഛന്നനായി പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് നിങ്ങൾ ഏറെ ധർമ്മിഷ്ഠനാണ്, നല്ല സ്വഭാവമുള്ള ആളാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങൾ മാപ്പ് നൽകുന്ന വിഷയത്തിലും അങ്ങനെയാണോ? പ്രവാചകൻ അറിയില്ല ഇത് കഅ്ബാണ് എന്ന്. അങ്ങനെ നബി പറഞ്ഞു, ചെയ്തു പോയ തെറ്റുകൾക്ക് ആര് ക്ഷമ ചോദിച്ചാലും ക്ഷമിക്കേണ്ടവരാണ് മനുഷ്യർ എന്നൊക്കെ പറഞ്ഞ്, അത് നിങ്ങൾ കൊല്ലാൻ വിധിച്ചിട്ടുള്ള കഅ്ബാണെങ്കിലും ഞാൻ മാപ്പ് നൽകും. അപ്പോഴാണ് കഅ്ബ് തൻ്റെ വേഷം മാറ്റിയത്. ചുറ്റിലുമുള്ള ആളുകൾ മനസ്സിലാക്കി ഇത് കഅ്ബാണ് എന്ന്. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഉറയിലുള്ള വാള് കഅ്ബിനെ കൊല്ലാൻ വേണ്ടി പുറത്തെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കഴുത്തിലുണ്ടായിരുന്ന തോൾമുണ്ടെടുത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ഇട്ടു. അങ്ങനെ അറബികൾ ചെയ്താൽ അതിൻ്റെ അർത്ഥം ഞാൻ അവന് സംരക്ഷണം നൽകി തൊടാൻ പാടില്ല എന്ന. ആ കഅ്ബ് റളിയല്ലാഹു അൻഹുവിനെ അഥവാ ഒരു കാലത്ത് തന്നെ എതിർത്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ മോശമായി ചിത്രീകരിച്ചിരുന്ന ആ കഅ്ബിന് പോലും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാപ്പ് കൊടുത്ത ആ ചരിത്രങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. വഹ്ശി റളിയല്ലാഹു അൻഹു എന്നാണ് പ്രവാചകൻ പറയുന്നത്, നമ്മൾ പറയുന്നത്. സ്വഹാബിയാണ്. ആ വഹ്ശി ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹുദിൽ വെച്ചുകൊണ്ട് കൊന്നു എന്ന് മാത്രമല്ല, ആ കരള് പുറത്തെടുത്ത് ചവച്ചു തുപ്പിയതിൽ ആ വഹ്ശിയും ഹിന്ദുമെല്ലാം ഉൾപ്പെടും. അവർ പിന്നീട് മുസ്ലിമായപ്പോ പ്രവാചകൻ പഴയ വൈരാഗ്യം കാണിച്ചിട്ടില്ല. അവർക്കും ആ സ്വഹാബത്തിന്റെ സ്ഥാനം അതേ രൂപത്തിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുകയുണ്ടായി. ഉഹുദ് യുദ്ധത്തിൽ തന്നെ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടുവല്ലോ. ആ ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ, അന്ന് മുസ്ലിം അല്ലാതിരുന്ന ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ മലയിടുക്കിലൂടെ പ്രത്യാക്രമണം നടത്തിയപ്പോ ഒരുപാട് 70ഓളം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു, ഷഹീദായി ആ ഉഹുദ് യുദ്ധത്തിൽ വെച്ചുകൊണ്ട്. എന്നാൽ അതിന് കാരണക്കാരനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പിന്നീട് മുസ്ലിമായി. എന്നാൽ സാധാരണ സ്വഹാബത്തിനെ പോലെ തന്നെ എന്തെങ്കിലും ഒരു വൈരാഗ്യമോ കാര്യമോ ഇല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രൂപത്തിൽ അവരോട് പെരുമാറുകയും ചെയ്തു. അങ്ങനെ ആ പ്രവാചകനെ നിങ്ങൾ നോക്കൂ, അനാഥനായി പിറന്ന പ്രവാചകൻ അനാഥകളുടെ തോഴനായി ജീവിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ദാരിദ്ര്യം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള പ്രവാചകൻ ദരിദ്രരുടെ സംരക്ഷകനായി നമുക്ക് കാണാം. ഐശ്വര്യം വന്നു ചേർന്ന സമയത്ത് ഒരിക്കലും അഹങ്കരിക്കാത്ത പ്രവാചകനെ നമുക്ക് കാണാം. ഇങ്ങനെ ജീവിതത്തിലുടനീളം തൻ്റെ വ്യക്തിത്വത്തെ ആളുകൾക്ക് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ള ഒരു പ്രവാചകനെയാണ് ലോകം കാണുന്നത്. അതറിയുന്ന, അത് മനസ്സിലാക്കുന്ന ഒരാൾക്കും ആ പ്രവാചകനെ തള്ളാൻ കഴിയില്ല. വിശാലമായ ഈ ചരിത്രങ്ങൾ പഠിക്കുന്ന ഒരാൾക്കും ആ പ്രവാചകനെ തള്ളാൻ കഴിയില്ല.
ആ പ്രവാചകനെ മാറ്റി നിർത്താൻ കഴിയില്ല, ആ പ്രവാചകനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല, ആ പ്രവാചകൻ പഠിപ്പിച്ച മാർഗം ജീവിതത്തിൽ പകർത്താതിരിക്കാൻ പാടില്ല. അതുകൊണ്ട് വിശാലമായി അറിയേണ്ട, പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ടുന്ന ഈ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുത്ത് അത് നമ്മുടെയും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂം ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീക്കും ഇബാദല്ലാഹി വനഫ്സി സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. പ്രവാചകൻ്റെ വ്യക്തി മഹാത്മ്യത്തെക്കുറിച്ചാണ് നാം പറഞ്ഞത്. സൂറത്തു അഹ്സാബിൽ ഒരായത്തിൽ പ്രവാചകൻ ഇക്കാര്യം പറയുന്നുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ആ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വ ദക്കറല്ലാഹ കസീറ. അള്ളാഹുവിനെയും ആഖിറത്തിനെയും ഓർക്കുന്ന ആളുകൾക്ക്, അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കുന്ന ആളുകൾക്ക് അത് വളരെ വ്യക്തമായി കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നത് പോലെ കൃത്യമായി കാണാൻ സാധിക്കും എന്ന് ആ വിശുദ്ധ ഖുർആനിൻ്റെ വചനത്തിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മുടെ ഒരു സഹോദരൻ കരള് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ പ്രദേശത്തുള്ള ആളല്ല, കുറ്റ്യാടി പ്രദേശത്തുള്ള ആളാണ്. വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. ഒരു വീടിനടുത്തൊരു ചെറിയ കച്ചവടം നടത്തി ഉപജീവനം കഴിക്കുന്ന ഒരാൾക്ക് മറ്റ് യാതൊരു മാർഗവും ആ ഒരു കാര്യം പൂർത്തീകരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് നമ്മാൽ കഴിയുന്ന വിധത്തിൽ ഒരു ഡോക്ടറുടെ അടുക്കൽ ഒരു ചികിത്സയ്ക്ക് വേണ്ടി പോകുമ്പോൾ അതിൻ്റെ ഭാരിച്ച ചെലവുകളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് പടച്ചവൻ നമ്മെ തട്ടി മാറ്റുവാനും അപകട സാധ്യതകളിൽ നിന്ന് രക്ഷിക്കുവാനും അതുപോലെ ഭാരിച്ച പ്രതിഫലത്തിന് നമ്മൾ അർഹരാകുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ പ്രയാസപ്പെടുന്ന ആളുകളെയും അഗതികളെയും അനാഥരെയും അതുപോലെയുള്ള ആളുകളെയും ഒക്കെ നമ്മാൽ കഴിയുന്ന വിധത്തിൽ സഹായിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ആഴ്ചയല്ല, അടുത്ത ആഴ്ച നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തിയിട്ട് ഈ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട്, ഞാൻ രണ്ടാമത്തെ ഖുതുബയിൽ തന്നെ ഈ വിഷയം പറയുന്നത് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 30 ലക്ഷം രൂപയിലധികം ഓപ്പറേഷന് വേണ്ടി തന്നെ ചെലവ് വരുന്ന, എന്നാൽ അതിന് ശേഷം ഉപജീവനത്തിന് മറ്റൊരു മാർഗമില്ലാതെ കഷ്ടപ്പെടുന്ന ആ സഹോദരന് ഒരു ജീവിതം നൽകേണ്ടത് അല്ലാഹുവാണ്. അത് നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സഹായിക്കുന്നത്. അയാൾക്കൊരു ജീവിതം നൽകാൻ, തുടർന്നുള്ള ഒരു ജീവിതം നന്നാക്കി തീർക്കുവാൻ വേണ്ടി നമ്മാൽ കഴിയുന്ന വിധത്തിൽ മാത്രമല്ല, ഈ വിഷയവുമായി മറ്റാരെയെങ്കിലും നമുക്ക് സമീപിക്കുവാനോ സഹകരിപ്പിക്കുവാനോ കഴിയുമെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ എല്ലാവരെയും സഹകരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അടുത്ത ആഴ്ച ഇത് ഭംഗിയായി വിജയിപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, കാപ്പാട് അൽ അലിഫ് സ്കൂൾ ഓട്ടോ ഡ്രൈവറായിരുന്ന നിസാർ മാട്ടുമ്മൽ എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം ഒരു സാധാരണ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. തൻ്റെ ഒരു മകൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആ മകളടക്കം 3 കുട്ടികളും മാതാവും അവിടെയുണ്ട്, മെഡിക്കൽ കോളേജിലുണ്ട്. ആ അവിടെ പോയി തിരിച്ചു വരുന്ന വഴിക്കാണ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി മരണപ്പെട്ടു പോയത്. ആ കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വന്നിട്ടുള്ള ഈ മഹാവിപത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഖൈറായി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന ഒരു അവസ്ഥ
അവരുടെ കുടുംബത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. സർവാധിനാഥനായ തമ്പുരാനെ, നിന്റെ തിരുദൂതരെക്കുറിച്ച് കേൾക്കുന്നതും അറിയുന്നതുമെല്ലാം ഏറ്റവും നല്ല വാക്കുകളിലൂടെയാണ്, ഏറ്റവും നല്ല ചരിത്രങ്ങളിലൂടെയാണ്. അള്ളാഹുവേ, ആ പ്രവാചകൻ പഠിപ്പിച്ച ആ ജീവിതം ജീവിതമായി അംഗീകരിച്ചുകൊണ്ട് മാതൃകകളോടുകൂടി ജീവിക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണമേ റഹ്മാനെ. ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൺകുളിർക്കെ കാണുവാനുള്ള അവസരം നിന്റെ മഹ്ശറാ ലോകത്ത് വെച്ചുകൊണ്ട്, സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഈമാനോടുകൂടി ജീവിക്കുവാനും അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.